ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു 25 പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ ബിരിയാണി. ഞാൻ അതിനായിട്ട് ഒരു 5 കിലോ ചിക്കൻ മീറ്റാണ്. 5 കിലോ ചിക്കൻ നല്ലപോലെ ബിരിയാണി കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിലോട്ട് 50 ഗ്രാം ഇഞ്ചി ചതച്ചത്, 75 ഗ്രാം ഗാർലിക് വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 15 ഗ്രാം മല്ലിയില, 15 ഗ്രാം കൊറിയാണ്ടർ ലീഫ്, ഇത് രണ്ടും ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം പച്ചമുളക്, ഒരു 15 പച്ചമുളക്, ചതച്ച പച്ചമുളക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അത് എരിവിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കല്ലുപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ആവശ്യത്തിന്. അതുപോലെ തന്നെ ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ, ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം ബിരിയാണി മസാല കുറച്ച് റഫായിട്ടൊന്ന് കട്ട് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം 2 ലെമണിൻ്റെ നീര്, 2 നാരങ്ങയുടെ നീര് ആഡ് ചെയ്തതിന് ശേഷം 1 കിലോ സവോള, നല്ല ചെറുതായിട്ട് നല്ല തിൻ സ്ലൈസ് ചെയ്തിട്ടുള്ള 1 കിലോ സവോള ആഡ് ചെയ്യുക. ഈ സവോള നമ്മുടെ കൈ കൂടെ ഒന്ന് നല്ലപോലെ ഞെരടുന്നത് നന്നായിരിക്കും, അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഇറങ്ങും. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ. ഞാൻ ഇതിനകത്തോട്ട് വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഈ മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 600 ഗ്രാം ടൊമാറ്റോ, റഫ്ലി കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആണ്, റഫ്ലി കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോ നല്ലപോലെ ഞെരടിയതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ജ്യൂസ് ഇതിനകത്തോട്ട് വരും. ആ സമയത്ത് ഇതിനകത്തോട്ടൊരു 750 ml തൈര്, നല്ല അധികം പുളിയില്ലാത്ത തൈര്, പുളിപ്പ് വേണം പക്ഷേ ഓവർ പുളിപ്പാകാൻ പറ്റത്തില്ല, ആ തൈര് ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാൻ നല്ല പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്, ബിരിയാണി വയ്ക്കാൻ പരന്ന പാത്രമാണ് നല്ലത്. പാത്രം എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു അരമണിക്കൂർ. അതേസമയം നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് വെള്ളം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കിലോ അരിയായ കാരണം കൊണ്ട് ഞാൻ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.5 എക്സ്ട്രാ വെള്ളം കൊടുക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ചു. വെള്ളത്തിന് ശേഷം ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് 1 സവോള കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ക്യാരറ്റ് ജൂലിയൻ കട്ട് ചെയ്തതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഗരം മസാല, ഒരു 10 ഗ്രാം ഗരം മസാല, ഹോൾ ഗരം മസാല എല്ലാം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പട്ട, ഗ്രാമ്പ് എല്ലാ മസാലയുണ്ട്. അതിനുശേഷം ഒരു 3 ഗ്രീൻ ചില്ലി ഇതിനകത്തോട്ടിട്ടുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള 1/2 സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഗ്രീൻ ചില്ലി ഇട്ടു. അതുപോലെ തന്നെ 20 ഗ്രാം ജിഞ്ചറും ഗാർലിക്കും ചതച്ചിട്ടുള്ളത് ഇതിനകത്തോട്ട് ഇട്ടു. അതുപോലെ തന്നെ 10 ഗ്രാം മല്ലിയില, 10 ഗ്രാം നമ്മുടെ ഫ്രഷ് കൊറിയാണ്ടർ ലീഫും, ഇത് രണ്ടും കൂടി ഇതിനകത്തോട്ട് ഇട്ടു. അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. നാരങ്ങ നീര് ഒഴിക്കുന്നതിൻ്റെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ്. അതുപോലെ തന്നെ 50 ml റിഫൈൻഡ് ഓയിൽ. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മാരിനേഷൻ ചെയ്തിട്ടുള്ള ചിക്കനിലോട്ട് 1 കിലോ സ്ലൈസ് ചെയ്തിട്ടുള്ള ഒനിയൻ്റെ നമ്മൾ ഫ്രൈഡ് ഒനിയൻ ഉണ്ടാക്കി അതിനകത്തോട്ട് ആഡ് ചെയ്യുക. വെള്ളം തിളച്ച് വരുന്നുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 4 പ്രാവശ്യം കഴുകിയിട്ടുള്ള നമ്മുടെ മലബാർ റൈസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഒനിയൻ നമ്മുടെ മാരിനേഷൻ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ മുകളിലൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വിതറി കൊടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇപ്പുറത്ത് സെറ്റാകാനുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ചിക്കൻ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ചൂടാക്കണമെങ്കിൽ ചൂടാക്കുക, ചൂടാക്കണ്ടെങ്കിൽ ചൂടാക്കണ്ട. ഞാനൊന്ന് ചെറുതായിട്ട് ഇതിനകത്തോട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വെള്ളവും റൈസും ഒപ്പത്തിനൊപ്പം ആകുന്നതിന് സമയം കൊണ്ട് ഈ റൈസ് നമ്മൾ ബിരിയാണിയിൽ ലെയർ ചെയ്യണം. ഞാൻ ഏറ്റവും മുകളിലത്തെ റൈസാണ് ഇതിൽ താഴെയായിട്ട് ഉപയോഗിച്ചത്. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ ഈ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ള കാരണം കൊണ്ട് താഴത്തെ റൈസ് പെട്ടെന്ന് വേഗം. അപ്പോൾ അത് കാരണം കൊണ്ട് മുകളിലത്തെ റൈസ് ഞാൻ ഇതിൽ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 ലെയറായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ ബിരിയാണി മസാല മുകളിലൂടെ ഇടുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഒനിയനും അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇതിങ്ങനെ 1 ലെയർ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത റൈസും ഇതുപോലെ 1 ലെയറും കൂടി നമ്മൾ റൈസ് വയ്ക്കുക. പിന്നെ ഗീ മറക്കരുത്. ഞാൻ ഇതിനകത്തോട്ട് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത് 150 ml ഗീ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കാരണം കുറച്ച് ഗീയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 150 ml ഗീയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം
വേറെ ലെയറും സെയിം ഇതുപോലെ ചെയ്യാം. അതിനുശേഷം മുകളിൽ ഗരം മസാലപ്പൊടി, അതായത് ബിരിയാണി മസാലപ്പൊടി, മല്ലി അതുപോലെ തന്നെ കൊറിയാണ്ടർ മുകളിലൂടെ ഇടുക. അതിനുശേഷം നമ്മളൊരു അരമണിക്കൂർ നമ്മൾ സ്ലോ ഫയറിൽ നല്ലപോലെ ദം ചെയ്യാനിടണം. അരമണിക്കൂർ ദം ചെയ്തതിന് ശേഷം ഒരു 1.5 മണിക്കൂർ ബിരിയാണി പൊട്ടിക്കരുതെന്ന് പറയാതിരിക്കും. കാരണം ആ 1.5 മണിക്കൂർ കൊണ്ട് ആ സ്റ്റീമിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് ഇത് റൈസ് നല്ലപോലെ മിക്സ് ചെയ്യണം. ചോറൊക്കെ ഒന്നൊന്നായി കിട്ടുന്നുണ്ട്. അതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് നമ്മൾ ചോറിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അടിപൊളിയായിട്ട് റൈസ് വെവ്വേറെ നമുക്ക് വിട്ട് കിട്ടും. ഓവറായിട്ടൊന്നും കുക്കായിട്ടില്ല. ചിക്കൻ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി സർലാസും റൈത്താന്നും പറയാം. അതുപോലെ തന്നെ പപ്പടവും അതുപോലെ തന്നെ അച്ചാറും. ഇത് മൂന്നും ആണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. ചില ആളുകൾ ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി, നല്ല മാങ്ങിയിട്ട തേങ്ങാ ചമ്മന്തിയും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. പിന്നെ ചിലർ ഡേറ്റ്സ് പിക്കിളും കൂടി ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യാം.